സംഭവിച്ചത്? ഇത് ആക്ച്വലി ഓൾറെഡി റണ്ണിങ് ഉണ്ടായിരുന്ന സീരിയലാണ് സൂസു. അപ്പൊ അതിൽ അനുശേഷിയാണ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പുതിയ എപ്പിസോഡ് വരുന്ന സമയത്ത്, പുതിയ എപ്പിസോഡല്ല, പുതിയ ലൈക് സ്റ്റോറി അടക്കം മാറ്റി അവര്. അപ്പൊ അതിലൊരു വണ്ണമുള്ള കുട്ടീനെയാണ് അതിൽ സുരഭി സുഹാസിനിയില് സുരഭി ആയിട്ട് വണ്ണമുള്ളൊരു ക്യാരക്ടറാണ് വേണ്ടത്. സുഹാസിനി മല്ലികാന്റി തന്നെ അങ്ങനെ. അപ്പം ആ അനുചേച്ചിനെ മാറ്റിയിട്ട് വണ്ണുള്ളൊരു ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇത് നല്ല വണ്ണം ഉണ്ടായിരുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് രാജേഷ് സാർ എന്നെ കോണ്ടാക്ട് ചെയ്തതും ഞാൻ അഭിനയിക്കാൻ പോയത്. അങ്ങനെ എത്രയാ, ഒരു 12 എപ്പിസോഡൊക്കെ എടുത്തു. 12 എപ്പിസോഡത്തോളം എന്തോ എടുത്തു. എത്രയോ മാസം ഞങ്ങൾ അവിടെ നിന്ന് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഗംഭീരമായിട്ട് ഹാപ്പി ആയിട്ട് തിരിഞ്ഞ് ലൈക് എന്താ പറയാ റിലീസ് ആവാനുള്ള ഡേറ്റ് വരെ നമുക്ക് ചാനലിൽ നിന്ന് കിട്ടി. എല്ലാം ഓക്കെ ആയിട്ടിരിക്കുമ്പോഴാണ് ചാനലില് എന്താ വിഷയം ഏതാ വിഷയം എന്ന് ക്ലിയർ ആയിട്ട് എനിക്ക് ഇപ്പോഴും അത് അനുമോള് വന്നതുകൊണ്ടാണ് ആ ഒരു ചാൻസ് മിസ്സായെന്നാണ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല. സത്യത്തിൽ ഈ ഇന്റർവ്യൂ കണ്ട സമയത്ത് ഇത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്റർവ്യൂ കുറച്ചൊന്ന് കണ്ടു. അതിനുശേഷം ഞാൻ ആ കമന്റ് ബോക്സ് വായിച്ചപ്പോഴാണ് ഞെട്ടിപ്പോയത്. എന്റെ മുന്നേ എന്താണ് ഈ കമന്റ് ബോക്സ് മുഴുവൻ കാണുന്നത്? അനുമോൾക്ക് എന്താ കൂടോത്രമാണെന്നോ ചാത്തസേവയാണെന്നോ പിന്നെന്തൊക്കെയാണ് അനുമോളുടെ നമ്മുടെ പ്ലാച്ചിയില് എന്തൊക്കെയോ ആവാഹിച്ച് കെട്ടിയിട്ടുണ്ടെന്നോ അതുകൊണ്ടാണ് ഓരോരുത്തരും ഔട്ടായി പോയതെന്നോ എന്തൊക്കെയാണ് എന്റെ മുന്നോ ഇതിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിച്ചിട്ട് എനിക്ക് ആകെ അന്തം വിട്ടിരുന്നു കേട്ടോ. സത്യം പറയാലോ, ചിരിക്കണോ കരയണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഈ കമന്റുകൾ വായിച്ചിട്ട്. അല്ല, ഇക്കാലത്തും ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്ന കണ്ട സമയത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇതിൽ വിശ്വാസം ഉണ്ടായിട്ടൊന്നും ആവില്ല. വെറുതെ അനുമോളെ കുറ്റപ്പെടുത്താനായിട്ടുള്ള ഒരു കാരണം കണ്ടെത്തിയിട്ട് കമന്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. സംഭവം എന്താണെന്നല്ലേ, എനിക്ക് ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ അനുമോൾ അഭിനയിച്ചിരുന്ന ഒരു സീരിയല്, അത് മല്ലികാമയുടെ കൂടെ അനുമോള് അഭിനയിച്ചിരുന്ന ഒരു സീരിയലില് അനുമോള് മാറി അതിന് പകരം ഈ കുട്ടിയെ എടുത്തിട്ടുണ്ടായിരുന്ന സീരിയലിലോട്ട്. എന്നിട്ട് ഒരു 12 എപ്പിസോഡ് മറ്റും ഷൂട്ട് ചെയ്തു. പക്ഷെ പിന്നീട് അവര് വേണ്ടാന്ന് വെച്ചു ആ സീരിയല്. അനുമോള് ആ സീരിയലിലേക്ക് തിരിച്ചു വന്നതുകൊണ്ടാണ് ഈ കുട്ടിയെ പറഞ്ഞു വിട്ടത് എന്നാണ് ഇവർ പറയുന്നത്. അതാണ് സംഭവം എന്നാണ് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടോ പിന്നീട് ആ സീരിയല് കണ്ടിന്യൂ ചെയ്തില്ല, പിന്നീട് അത് സീരിയല് നിർത്തി എന്നൊക്കെ അവര് തന്നെ പറയുന്നുണ്ട്. സംഭവം അനുമോള് വന്നതുകൊണ്ട് ആ കുട്ടിയുടെ അവസരം നഷ്ടപ്പെട്ടു, ഒരു കുട്ടി കാരണം മറ്റൊരാളുടെ അവസരം നഷ്ടപ്പെട്ടു എന്നുള്ള തരത്തിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. സംഭവം എങ്ങും തൊടാതെ അവരെന്തൊക്കെയോ പറഞ്ഞ് അതിൽ ഒപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ഇതിന്റെ അടിയിൽ വന്ന കമന്റുകളാണ് രസം. വെറുതെ അല്ല അനുമോൾക്ക് കപ്പ് കിട്ടിയത്, വെറുതെ അല്ല അനുമോൾക്ക് ഇതൊക്കെ ഉണ്ടായത്, അനുമോള് എവിടേക്കാ പോണതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്, അനുമോൾക്ക് കൂടോത്രാണെന്നും ആ പ്ലാച്ചിയിൽ എന്തൊക്കെയോ ആവാഹിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത്. അതൊന്ന് കണ്ടു നോക്ക്. സംഭവം എന്താന്ന് മനസ്സിലായോ? അനുമോളൊരു ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതെന്തോ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമൊക്കെയാണ്. എനിക്ക് ക്ഷേത്രത്തിന്റെ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ എന്തും സഹായിക്കും, അതായത് എന്തും സാധിച്ചു കൊടുക്കും. അനുമോൾ അവിടുത്തെ ഭക്തിയായതുകൊണ്ടാണ് ഇപ്പൊ അനുമോൾക്ക് കപ്പ് കിട്ടിയത് എന്നാണ് ഒരു വിഭാഗം പേര് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ ഈ 2025 എന്നുള്ളത് നേരെ തിരിച്ചിടാനാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴും ഏതോ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളത്. എന്തായാലും ആ ക്ഷേത്രത്തെ കുറിച്ച് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, കേട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ പോയിട്ടുമില്ല, എനിക്കിതിട്ട് കൂടുതലായിട്ട് പറയാനായിട്ട് അറിയില്ല. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഇത്ര വലിയ തെറ്റാണെന്ന് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും അവിടുത്തെ അവിശ്വാസി ആയതുകൊണ്ടും മാത്രമാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയത്. അപ്പോ കപ്പ് കൊണ്ടുപോയത് വിഷ്ണുമായ ആണെന്നോ അല്ല ചാത്തം കൊണ്ടുപോയി കപ്പ് എന്നൊക്കെയാണ് കുറെ പേര് കമന്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കമന്റാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യമല്ല. ഇവർക്കൊക്കെ വട്ടാണോ അതോ മുഴുത്ത വട്ടാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും എങ്ങനെയൊക്കെയോ അനുമോൾക്ക് കപ്പ് കിട്ടിയത് മറ്റൊരു തരത്തിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു കുറെ പേര്. ഇത്രയും നാളെ പി ആർ എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തവർ തന്നെ അല്ലെങ്കിൽ പറഞ്ഞവർ തന്നെ ഇപ്പൊ പറയുന്ന അനുമോൾക്ക് വേറെന്തൊക്കെയോ ശക്തിയുണ്ട്, ആ ശക്തികളൊക്കെ ആവാഹിച്ചുകൊണ്ട് കൊണ്ടുവന്നതായിരുന്നു പ്ലാച്ചീനെ. അത് വെച്ചുകൊണ്ട് എല്ലാവരെയും പുറത്താക്കി ഒരു പ്രത്യേക ശക്തി ഉപയോഗിച്ച് ആ ശക്തിയുടെ പിൻബലത്തിൽ അനുമോള് കപ്പെടുത്തു. ഇനി പിന്നെ ഒരു ആള് ബിഗ് ബോസിന്റെ വിന്നറായതിനെ ആ ആളെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന കഥകൾക്ക് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇതിനൊക്കെ.
അപ്പൊ മുൻ സീസണുകളിലും മത്സരാർത്ഥികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ എല്ലാവരും വിജയിച്ചത് ഇങ്ങനെയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് അനുമോള് ജയിച്ചത് മാത്രമാണോ ഇങ്ങനെ? അനുമോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ വെറുതെ ആ ബിഗ് ബോസ് വീടിനുള്ളിൽ പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ വിശ്വസിക്കുന്ന അനുമോള് വിശ്വസിക്കുന്ന ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 ദിവസം കുട്ടി അവിടെ നിൽക്കൂ, ഞാൻ കുട്ടിയെ വിജയിപ്പിച്ച് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? അതുകൊണ്ടായിരിക്കും അനുമോള് വേഗം അവിടെ പോയത്, 100 ദിവസം എങ്ങനെയൊക്കെ അവിടെ പിടിച്ചു നിന്നതും. അല്ലാതെ ഒരു കണ്ടന്റ് കൊടുത്തിട്ടില്ല അല്ല അനുമോള്. അവിടെ 100 ദിവസം നിൽക്കണം ഒരു മത്സരാർത്ഥി എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ പ്രേക്ഷകരോട് പിടിച്ചു നിർത്താന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കൊടുക്കട്ടെ. ഈ 100 ദിവസവും അനുമോള് ബിഗ് ബോസ് വീട്ടിൽ കണ്ടന്റ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ അനുമോളെ സപ്പോർട്ട് ചെയ്യാത്തവർക്ക് പോലും ഊഹിക്കാവുന്നതേ ഉള്ളൂ അനുമോളെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ബിഗ് ബോസ് ഷോ മുന്നോട്ട് പോയത് എന്നുള്ളത്. ഞാൻ പറയുന്നു അനുമോള് തന്ന കണ്ടന്റുകൾ മുഴുവൻ നല്ലതാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. പക്ഷെ കണ്ടന്റുകൾ തന്നിട്ടില്ലേ? ഈ 100 ദിവസം അനുമോളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ പ്രോഗ്രാം മുന്നോട്ട് പോയത്, പ്രമോകൾ മുന്നോട്ട് പോയത്, വീക്കെൻഡ് എപ്പിസോഡുകൾ മുന്നോട്ട് പോയത്, എല്ലാം കൊണ്ടും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കൊച്ചി എന്നിട്ട് അവസാനം കഷ്ടപ്പെട്ട് അത്രയും 100 ദിവസം അവിടെ സഹിച്ച് നിന്ന് വിഷമിച്ച് ആ കുട്ടിക്ക് കപ്പ് കിട്ടിയപ്പോൾ അതിന്റെ അവകാശികളാവാനായിട്ട് കുറെ പേരും, അല്ലെങ്കിൽ അത് കിട്ടാനുള്ള കാരണക്കാര് PR-ഉം ദൈവങ്ങളും ഒക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താ പറയാ? ദൈവത്തിൽ വിശ്വസിക്കാം, ദൈവമുണ്ട്, നമ്മളെ സഹായിക്കും, ആപത്തിൽ നമ്മുടെ കൂടെ നിൽക്കും. ഞാൻ ഒരു ദൈവവിശ്വാസമാണ് കേട്ടോ. പക്ഷെ അമിതമായിട്ട് ഒന്നിലും വിശ്വസിക്കാത്ത ഒരാളാണ് എപ്പോഴും പോയിട്ട് പ്രാർത്ഥിക്കുന്ന, എപ്പോഴും ദൈവത്തിൽ ഇങ്ങനെ അതുപോലൊന്നുമില്ല. ഇപ്പൊ അനുമോൾ വിശ്വസിക്കുന്ന അത്രയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചില്ല. പക്ഷേ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ദൈവത്തോട് ഞാൻ അങ്ങനെ പറഞ്ഞ് എന്നെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അനുമോളോട് പോയി വിജയിപ്പിച്ച് കൊടുക്കാനായിട്ട് ഇതെന്താ വല്ല സിനിമയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോകത്തെങ്ങാനാണോ? നമ്മുടെ ഇക്കാലത്ത് ഇതൊക്കെ വിശ്വസിക്കുകയും ഇതൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ഈ സീരിയലിന്റെ വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സീരിയലില് നമ്മുടെ അനുമോളിനൊപ്പം അഭിനയിച്ചത് മല്ലികാമയാണ്. മല്ലികാമയുടെ തന്നെ ഇപ്പൊ ഒരു പുതിയ ഇന്റർവ്യൂല് മല്ലികാമ അനുമോളെ കുറിച്ച് സംസാരിച്ചത് അതൊന്ന് കണ്ടു നോക്ക്. അതിന് 16 ലക്ഷം അതിന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് എന്നെ ഈ ഉദാഹരണമൊക്കെ നിർത്തി എവിടെങ്കിലും ഇപ്പൊ ആരെ പോണെന്നറിയാം. അത്യാവശ്യം പുസ്തകത്തൊക്കെ ഉണ്ട്. ഞാൻ കാലം വയ്യ, നാളെ ഞാൻ ഇല്ല അന്വേഷിച്ച് 8 വരെയല്ലേ ചോദിച്ചുള്ളൂ, എനിക്ക് നാളെ പോണം ഫിസിയോതെറാപ്പി ഉണ്ട്. ഞാൻ വിളിച്ചത് ഉണ്ടാ അല്ലെങ്കിൽ പറഞ്ഞപ്പോ ഉടനെ വിട്ടു. ഞാൻ പറഞ്ഞ നിങ്ങൾ വിടുക, എനിക്ക് നാളെ വേറെ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്തത് ഞങ്ങൾക്ക് എല്ലാം അറിയാം. അവിടെ ലോൺ എടുത്തു, വീട് വെച്ചു. അപ്പൊ PR എന്നാ പിന്നെ ഞാൻ എവിടെങ്കിലും ഒരു PR-നെ കൊണ്ട് പോകാം, ഒരു 50 ലക്ഷം രൂപയും കൈവച്ച് വളരെ 2.5 വർഷം ഒരുമിച്ച് അഭിനയിച്ചതാണ് മല്ലികാമയും ഈ പറയുന്ന അനുമോളും. അപ്പോ മല്ലികാമയ്ക്ക് 2.5 വർഷം ഒരുമിച്ച് അഭിനയിച്ചതിന്റെ കൂടെ നിന്നതിന്റെ ഒരു അറിവ് അനുമോളെ കുറിച്ചുള്ളത് കൊണ്ട് തന്നെയാണ് ആ അമ്മ അങ്ങനെ പറഞ്ഞത്. അനുമോൾക്ക് അതിന് ഈ ബിഗ് ബോസിൽ നിന്ന് കപ്പെടുക്കാനുള്ള യോഗ്യതയുണ്ട്. ആ കുട്ടി തൊട്ടാ കരയുന്ന ഒരു കുട്ടിയാണ്. എന്നാൽ അഭിനയിക്കുന്ന സമയത്ത് നിനക്ക് കരച്ചിൽ വരില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കും. ലോൺ എടുത്ത് വീട് പണിതത്, ഒരുപാട് പ്രാരാബ്ദങ്ങളുള്ളത്, ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നത്, അത്രയും കഷ്ടപ്പെടുന്നത് എനിക്കറിയാവുന്നതാണ്. 16 ലക്ഷം കൊടുത്ത് PR-നെയൊക്കെ കൊടുത്തിട്ട് ബിഗ് ബോസിൽ പോകാൻ മാത്രമുള്ള സാമ്പത്തിക ശേഷിയൊന്നും ആ കുട്ടിക്ക് ഇല്ല എന്നും, അതുപോലെ തന്നെ ഒരു PR ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് നേടാന്നുണ്ടെങ്കിൽ ആ PR-നെയും കൊണ്ട് ഞാൻ നടന്നേക്കാം എന്ന് തന്നെയാണ് മല്ലികാമ അവിടെ കളിയാക്കിയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും വർഷം പരിചയമുള്ള അനുമോളുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സിനെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന എത്ര ഫ്രണ്ട്സ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഫിനാലയുടെ സമയത്തും എത്ര പേര് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്രത്തോളം അനുമോൾ അവരുടെ അടുത്ത് ജെനുവിൻ ആയിരുന്നു, ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇപ്പോ ഈ അനുമോള് അത്രയും കള്ളിയായിരുന്നോ അല്ലെങ്കിൽ ജെനുവിൻ അല്ലാത്ത ഒരാളായിരുന്നോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നെങ്കിലോ ഇവരൊക്കെ കൂടെ നിൽക്കായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം പരിചയമുള്ള വ്യക്തികളാണ് ഇവരൊക്കെ. ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് അനുമോള് ഒരു മോശപ്പെട്ട രീതിയിൽ അവരുടെ അടുത്ത് പെരുമാറുകയോ ഇടപെടുകയോ എന്തെങ്കിലും ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യായിരുന്നു? നിങ്ങൾ നോക്കി നോക്ക്, അനുമോളിനൊപ്പം വർക്ക് ചെയ്ത ആ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക പേരും വീഡിയോകളുമായിട്ട് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും അവർ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അനുമോൾ അവർ മനസ്സിലാക്കിയതുകൊണ്ടും അനുമോൾ എന്ന വ്യക്തിയെ അറിയാവുന്നതുകൊണ്ടും കൂടാതെ ഇത്രയും വർഷമായിട്ടും അനുമോൾക്ക് ഒരു മാറ്റമില്ലാതെ അവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ മല്ലികാമയെ പോലുള്ള ഒരാൾക്കൊക്കെ ഈ സാധാരണ ഒരു ചെറിയൊരു സീരിയൽ അഭിനയിച്ചു കൂടെ എന്നുള്ളത് കൊണ്ട് അനുമോളെ കുറിച്ച് നല്ലത് പറയണമെന്നുണ്ടോ അല്ലെങ്കിൽ അനുമോളെ പൊക്കി പറയണമെന്നുണ്ടോ? ഒന്നുമില്ല. അപ്പൊ അവർക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടും അവർ അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അനുമോളെ കുറിച്ച് പറയുന്നത്. അത്രയും ഇതിലെ മല്ലികാമയൊക്കെ തുറന്നു പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം അനുമോൾക്ക് സന്തോഷിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ടാന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. അത് തന്നെയാണ് അനുമോൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷിക്കാനുള്ള ഒരു കാരണം. വേറെ ആരൊക്കെ ഈ ഫ്രണ്ട്സ് കൂടെ നിന്നതും ഇപ്പൊ ഈ മല്ലികാമ പറഞ്ഞതൊക്കെ ഇത്രയും മതി അനുമോൾക്ക്. ഇനി എത്ര പേരൊക്കെ എതിർത്ത് നിന്ന് അപ്പുറത്ത് നിന്ന് സംസാരിച്ചാലും അനുമോൾക്ക് ഇത്ര തന്നെ ധാരാളമാണ്. ഒരുപാട് പേര് നമ്മളെ തിരിച്ചറിയാനും ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാനും അത് തന്നെ ധാരാളമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അനുമോൾക്ക് അവിടെ എന്തൊക്കെയോ സ്വീകരണം കാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് ഒരുപാട് പ്രായമുള്ള സ്ത്രീകൾ വന്നിട്ട് അനുമോളെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കും, സങ്കടങ്ങൾ പറയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെയായിരുന്നു സത്യത്തിൽ അനുമോളുടെ PR എന്ന് പറയുന്നത്. അനുമോൾ അവിടെ സങ്കടപ്പെടുമ്പോൾ ഇവിടെ ഉള്ളുരുകി കരഞ്ഞിരുന്ന വീട്ടമ്മമാരും അമ്മമാരും
അമ്മമാരും ഒക്കെ തന്നെയാണ്, മുത്തശ്ശിമാര്, ഇവരൊക്കെ തന്നെയാണ് അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്തതും അവളെ സപ്പോർട്ട് ചെയ്തതും. അതിന് വേണ്ടിയിട്ട് പി ആർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്റെ മക്കള്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തോന്നുന്നു അക്ബറും ആര്യനും ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ കോളാന്ന് തോന്നുന്നു, ലൈവിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴും ആര്യൻ അനുമോളിട്ട് കളിയാക്കാണ്. ഓ ശശി തരൂരാണെന്ന് തോന്നുന്നു, ഇപ്പൊ രാഷ്ട്രീയക്കാരാണെന്ന് തോന്നുന്നു, അനുമോൾക്ക് ഇപ്പൊ ഒന്നിനും സമയമില്ല, ഞാൻ ഫോൺ വിളിച്ചു അനുമോൾ എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കാണ് അവിടെ ഇരുന്നിട്ട് ആര്യൻ. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, ആ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു, നീ സൂക്ഷിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി ചിരിക്കുന്ന അക്ബറിനെയും എനിക്ക് ആ വീഡിയോയിൽ കാണാനായിട്ട് സാധിച്ചു. കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര പുച്ഛാണ് കേട്ടോ തോന്നിയത്. നിങ്ങളെ എങ്ങനെയൊക്കെ കളിയാക്കിയാലും ആ കുട്ടിക്ക് കിട്ടിയ കപ്പ് ഇല്ലാണ്ടാവാൻ പോകുന്നില്ല. ബിഗ് ബോസ് സീസൺ 7 വിന്നർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുമോള് തന്നെയാണ്. ഇനിയിപ്പോ നിങ്ങൾ എന്തൊക്കെ പി ആറിനെ പറഞ്ഞാലും, എന്തൊക്കെ മന്ത്രവാദത്തിന് പറഞ്ഞാലും, എന്തൊക്കെ ചാത്തന പറഞ്ഞാലും, എന്തൊക്കെ പറഞ്ഞാലും കപ്പ് കൊണ്ടുപോയത് അനുമോളാണ്. ഇനി ആ കപ്പ് തിരിച്ചെടുക്കാനും പോകുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ അസൂയും കുശുമ്പും വെച്ചിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും. കാണുന്ന പ്രേക്ഷകർക്കും കേൾക്കുന്നവർക്കും ഒരുപാട് പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓ അനുമോൾക്ക് കപ്പിന് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ആ ഒരു പ്രതീക്ഷ വെച്ചാണ് നിങ്ങൾ ഈ പറയുന്നതെങ്കിൽ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒരു പരിധി കഴിഞ്ഞ് അത് മടുക്കും. അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം അനീഷ് ആയിരുന്നു നെക്സ്റ്റ് ചാൻസ് എന്ന് പറയുന്നത്. അനീഷിനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരാണ് ഇപ്പോൾ അനുമോൾക്കെതിരെ സംസാരിക്കുന്നുണ്ട്. കാരണം അനുമോൾക്കായിരുന്നു കപ്പ് കിട്ടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ അനു തന്നെ പറയുന്നുണ്ട്, നമ്പർ ലീക്കായതുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഒരാൾ മാത്രമാണ് അനുമോളുടെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചത്. അതും ഒരു മെസ്സേജാണ് വന്നത്, ചപ്പാത്തി കള്ളി, എന്റെ അനീഷിന് കിട്ടേണ്ട കപ്പാണ് നീ കൊണ്ടുപോയതെന്ന് അനുമോളുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അനുമോൾ ഭയങ്കര കോമഡി ആയിട്ടാണ് പറഞ്ഞത്. എനിക്കത് വായിച്ചപ്പോഴും അല്ലെങ്കിൽ അനുമോളത് പറഞ്ഞപ്പോഴും എനിക്ക് തമാശയായിട്ടാ തോന്നിയത്. ചപ്പാത്തി കള്ളിന്നും അനീഷിനെ കിട്ടുന്ന കപ്പ് കൊണ്ടുപോയ കള്ളിന്നും ഒക്കെ പറഞ്ഞത് നമുക്ക് തമാശയായിട്ട്, എനിക്ക് തമാശയായിട്ട് തോന്നിയുള്ളൂ കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ജയിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്തു അനുമോളെ, അപ്പൊ നമുക്ക് അനുമോള് ജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അനീഷ് ജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. തീർച്ചയായും ഉണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എങ്ങനെയൊക്കെ ആയാലും എല്ലാവരും അവരാരും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളല്ലേ ജയിക്കുള്ളൂ. ഇപ്പൊ നമുക്കറിയാം ഇലക്ഷൻ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വോട്ടിന് 2 വോട്ടിനൊക്കെ ആയിരിക്കും ഒരാൾ വിജയിക്കുന്നത്. പക്ഷെ അത്രയാണെങ്കിൽ പോലും വിജയിച്ച ആൾ വിജയിച്ചത് തന്നെയല്ലേ, അല്ലാതെ ആവില്ലല്ലോ. അപ്പോ ബാക്കിയുള്ളവർക്ക് വോട്ട് കിട്ടാഞ്ഞിട്ടാണോ? ഇപ്പൊ രാഷ്ട്രീയക്കാരാണെന്നുണ്ടെങ്കിൽ 2 പേർ കൂട്ടിനും വോട്ട് ചെയ്യുന്നുണ്ട്, ആൾക്കും വോട്ട് കിട്ടുന്നുണ്ട്, ഈ ആൾക്കും വോട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു വോട്ടിനാണെങ്കിലും കൂടുതൽ ആർക്കാണ് കിട്ടിയത് ആളാണ് വിജയിക്കുന്നത്. ഇവിടെ അത് തന്നെയല്ല അനുമോൾക്ക് സംഭവിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് ഒക്കെ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ 2nd, 3rd, 4th, 5th എന്നൊക്കെ പറഞ്ഞിട്ട് പൊസിഷനുകൾ വന്നത്. അവർക്ക് വോട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ അനുമോൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി, ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അനുമോളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ആ സമയത്ത് അനുമോൾ അർഹിച്ച വിജയമല്ല, അനുമോൾക്ക് വേണ്ടാത്ത വിജയമായിരുന്നു ഇത്, അനുമോൾക്ക് അർഹതയില്ല, അനുമോൾ PR കൊണ്ട് ജയിച്ചു എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന ജനങ്ങൾ വോട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അനുമോൾക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അനുമോളുടെ കയ്യിലെ സീസൺ 7 കപ്പ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ആ കപ്പ് നിങ്ങൾക്ക് ഇനി തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പൊ അതെങ്കിലും മനസ്സിലാക്കിയിട്ട് ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ നിങ്ങൾക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പൊട്ടിക്കറിഞ്ഞ് അവസാനിപ്പിക്കുക. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് വീണ്ടും ഇങ്ങനെയുള്ള പോക്രിത്തരങ്ങളും കളിയാക്കലുകളും തോന്നിവാസങ്ങളും വിളിച്ച് പറഞ്ഞിട്ട് സ്വയം നാറാതിരിക്കുക എന്നാണ് എനിക്ക് ഇവരോടൊക്കെ പറയാനായിട്ട് തോന്നിയത് കേട്ടോ. അല്ലാണ്ട് ഇവരെ പോലെ PR എന്നും ചാത്തനും ഈ പറയുന്ന ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടിയതാണെന്നും ചാത്തമാര് കൊണ്ടുപോയതാണെന്നും അല്ലെങ്കിൽ പ്ലാച്ചിയിൽ കൂടോത്രണ്ടെന്നും ഇതൊക്കെ പറഞ്ഞ് നടത്തുന്നവരോട് വെറും പുച്ഛം മാത്രം. അല്ലാതെ എനിക്കിതൊക്കെ കാണുന്ന സമയത്ത് വെറും തമാശയായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഇതിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ്. എനിക്കത് വെറും കോമഡി ആയിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കാം, അതിനെതിരെയായിട്ട് ഇത്രയൊക്കെ ചെയ്തു തരും, ഇത്രയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോൾ അതുകൊണ്ട് മാത്രം കപ്പെടുത്തെന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നവരടുത്ത് നിങ്ങൾ അങ്ങനെയെങ്കിലും ഒന്ന് ആശ്വസിക്കുക എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു സമാധാനം വേണ്ടേ? അല്ലെങ്കിൽ ഒറ്റ ദിവസവും ഉറക്കില്ലാത്ത രാത്രികളായിരിക്കും ചിലപ്പോൾ ഇവർക്ക്. അപ്പൊ അങ്ങനെയുള്ളവർ ഇതൊക്കെ പറഞ്ഞിട്ടായിരിക്കും സമാധാനിച്ച് ഉറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ പിന്നെ ഉറങ്ങട്ടെ എന്ന് നമുക്കും വിചാരിക്കാം അല്ലേ. അപ്പൊ ബിഗ് ബോസ് വീടിനുള്ളിൽ അനുമോൾക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സ് ഉള്ളൂ എന്ന് നമ്മൾ പുറത്തിറങ്ങിയതിനു ശേഷം ഇപ്പൊ കഴിഞ്ഞ ദിവസം അനുമോൾ തന്നെ പറഞ്ഞിരുന്നു. ഇവിടെ കുറെ പേരൊന്നും, അതിൽ കൂടുതൽ പേരും അനുമോളുമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്തവരാണ്. ബാക്കി കുറച്ച് ഫ്രണ്ട്സിനെ മാത്രമാണ് അനുമോള് നല്ല ഫ്രണ്ട്സ് ആയിട്ട് കൂടെ കൂട്ടിയിട്ടുള്ളൂ. അവരെല്ലാവരും അനുമോളെ കൂടെ നിൽക്കുന്നിടത്തോളം അത്രയെങ്കിലും പേര് അനുമോളെ മനസ്സിലാക്കിയിട്ടുണ്ട്, സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്കറിയാം. ബാക്കിയുള്ള എല്ലാവരും അവിടെ നിന്ന് പോകട്ടെ, അതിൽ കൂടുതൽ ഇപ്പൊ എന്ത് പറയാൻ സാധിക്കും. എന്തായാലും അനുമോൾക്ക് ഒരുപാട് പ്രൊജക്ടുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. മൂവീസ് വരുന്നുണ്ട്, ഒരുപാട് ഉദ്ഘാടനങ്ങൾ, ഒരു ദിവസം തന്നെ 3-4-5 ഉദ്ഘാടനങ്ങളുണ്ട്. ഇതാണ് പിന്നെ സിനിമ നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന് 1-2 ഓഫേഴ്സ് വന്നിട്ടുണ്ടെന്നൊക്കെ
വിനുവിന്റെ ഇന്റർവ്യൂവിൽ വിനു പറയുന്നത് കേട്ടുട്ടാ. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് വിനുവിന്റെ ഇന്റർവ്യൂ. അപ്പൊ വിനു പറഞ്ഞത് കേട്ടതാണ്. പിന്നെ വിനു തന്നെ അനുമോളെ നായികയാക്കിയിട്ട് ഒരു പ്രോജക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ വിനു തന്നെ പറയുന്നുണ്ട്. എന്തൊക്കെ നടക്കുന്നൊന്നും അറിയില്ല. ആ കുട്ടീനെ ആഗ്രഹം പോലെ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. എനിക്ക് നായികയാവണമെന്നൊന്നും ആഗ്രഹമില്ല, നല്ലൊരു ക്യാരക്ടർ റോളൊക്കെ കിട്ടിയാൽ മതി എന്ന് അനുമോള് തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ വന്നിട്ടുള്ള ഓഫറുകളൊക്കെ നായികയായിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടുന്നതിൽ നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പറയാം. പിന്നെ അനുമോൾക്ക് കിട്ടിയ കാറ് വിനുവിനുള്ളതാണ് എന്ന് ചോദിച്ച സമയത്ത് വിനു പറയുന്നുണ്ടായിരുന്നു, കാറ് കിട്ടിയ എനിക്കും കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, കിട്ടാണെങ്കിൽ എനിക്ക് തരാണെങ്കിൽ അനുമോള് തന്നോട്ടെ എന്ന് സംസാരിക്കുന്ന കേട്ടു. പിന്നെ അനുമോളും ഇവരും വിനുവും തമ്മിലുള്ള ബന്ധം ഒരുപാട് വർഷത്തെ പരിചയമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു സെൽഫി നിങ്ങൾ ഒരുമിച്ചുള്ളത് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ അടുത്ത് പരിചയപ്പെട്ടതല്ല എന്നൊക്കെ കള്ളല്ലേ ചോദിച്ചപ്പോൾ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് കൊടുത്ത ഇന്റർവ്യൂവിന്റെ ആ വേഷത്തിലാണ് ആ ഫോട്ടോ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും എന്നൊക്കെ വിനു പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോളുടെ വിജയത്തിലൂടെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ഒരു വ്യക്തിയാണ് വിനു എന്ന് പറയുന്നത്. എന്തായാലും വിനുവിന്റെ മാർക്കറ്റ് വാല്യൂ കുത്തനെ ഉയർന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഇനിയിപ്പോൾ അടുത്ത സീസണിലും വിനുവിനെ തേടിയെത്താനായിട്ട് ഇഷ്ടപ്രകാരം മത്സരാർത്ഥികൾ ഉണ്ടാവും. പക്ഷെ എല്ലാ സമയത്തും വിനുവിന് ഈ വിജയം തുണയ്ക്കുമെന്ന് അറിയില്ല. കാരണം ഒരു PR വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ വിജയിപ്പിക്കാൻ കഴിയുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഒരാളെ ബൂസ്റ്റ് ചെയ്യാം, അത്രയും. അതിന് കൂടുതൽ ഇപ്പോൾ ഒരുപാട് വോട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പ്രേക്ഷകരെടുത്ത് മുഴുവൻ വോട്ട് ചെയ്യാൻ പറഞ്ഞാലോ ഒന്നും PR പറഞ്ഞാലോ ഒന്നും അനുസരിക്കുന്ന ജനങ്ങളൊന്നല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഒരു PR വിചാരിച്ചു കഴിഞ്ഞാൽ കപ്പിടിപ്പിക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ പ്രതീക്ഷ വെച്ചിട്ട് എന്തായാലും വിനു ഇരിക്കേണ്ടതാണ് എനിക്ക് തോന്നിയത്. അല്ല, ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ്. എന്നിരുന്നാൽ പോലും ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ സംഭവം ഇതൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അനുമോൾക്കെതിരെ നടക്കുന്നത് വമ്പൻ പ്രചരണങ്ങൾ, അതും വ്യാജ പ്രചരണങ്ങൾ. പിന്നെ എല്ലാവരും സമാധാനത്തിന് എല്ലാവരും എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിക്കുന്നു എന്നാണ് ഇത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് കേട്ടോ.